നമ്മുടെ തിയറം 6.5ൻ്റെ ബാലൻസ് ആണ്. 5 in place 6 നോക്കാം. നമ്മൾ അസ്യൂം ചെയ്യുന്നത് സപ്പോസ് ദ മിനിമൽ പോളിനോമിയൽ ടി ഈസ് ടി മൈനസ് ലാംഡ 1 എക്സെട്ര ആൻഡ് ടി മൈനസ് ലാംഡ കെ എന്നാണ്. സിൻസ് ദ മിനിമൽ പോളിനോമിയൽ ഡിവൈഡ്സ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, മിനിമൽ പോളിനോമിയൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഡിവൈഡ് ചെയ്യും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇപ്പോൾ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? ഈ കിട്ടിയിരിക്കുന്ന മിനിമൽ പോളിനോമിയലിൻ്റെ പവർ ആയിരിക്കും ടി മൈനസ് ലാംഡ 1 റേസ് ടു മ്യൂ ഇൻറ്റു എക്സെട്ര ആൻഡ് ടി മൈനസ് ലാംഡ കെ റേസ് ടു മ്യൂ കെ. ഓക്കെ, ക്ലിയർലി ഇറ്റ് സ്പ്ലിറ്റ്സ്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെ തിയറം 5.34 എന്ന് റെഫർ ചെയ്താൽ മനസ്സിലാവും. മിനിമൽ പോളിനോമിയലിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പവർ ഉണ്ടല്ലോ, ടി മൈനസ് ലാംഡ 1 റേസ് ടു L1 ഇൻറ്റു എക്സെട്ര ടി മൈനസ് ലാംഡ കെ റേസ് ടു എൽ കെ ആണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത് അസെൻറ്റ് വരുന്ന അതിൻ്റെ പവറിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പവറിൽ വരുന്ന മിനിമൽ പോളിനോമിയലിൻ്റെ എല്ലാം 1 അല്ലേ, ടി മൈനസ് ലാംഡ 1 റേസ് ടു 1. അപ്പോൾ എല്ലാ L1 L2 എക്സെട്ര എൽ കെയും 1 തന്നെയാണെന്ന് കിട്ടും. പിന്നെ നമ്മുടെ തിയറം 5.27ൻ്റെ 8 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇനിക്വാലിറ്റി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആ ഇനിക്വാലിറ്റി വിട്ടതാണ് പഠിപ്പിച്ച സമയത്ത്. ആ ഇനിക്വാലിറ്റി മാത്രമായിട്ടൊന്ന് നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എൽ മൈനസ് ഗാമ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ഗാമ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 1 കിട്ടി. അപ്പോൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 പ്ലസ് ഗാമ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂവും ഗാമ സെയിം ആണെന്ന് അതിൽ നിന്ന് കിട്ടും. ഇനി നമ്മൾ ഇപ്പോൾ ഈ പ്രൂവ് ചെയ്ത കാര്യം അസ്യൂം ചെയ്യുക. സപ്പോസ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ഫോർ ഇച്ച് ഐഗൻവാല്യൂ ലാംഡ എഫ് ടി ആൻഡ് മ്യൂ ലാംഡ ഈക്വൽ ടു ഗാമ ലാംഡ എന്ന് അസ്യൂം ചെയ്യുന്നു. ബൈ തിയറം 5.27/4 അനുസരിച്ച് മ്യൂ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എൻ ആണ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൻ ഒ ടി മൈനസ് ലാംഡ ഐ. ഈ മ്യൂ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൻ ഒ ടി മൈനസ് ലാംഡ ഐ റേസ് ടു എൻ എന്ന തിയറം 5.27/4 നിന്ന് കിട്ടും. അതുപോലെ ഇത് ഈക്വൽ ടു ഡയമെൻഷൻ എൻ ഒ ടി മൈനസ് ലാംഡ ഐ എന്നുള്ളത് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. ബട്ട് എൻ ഒ ടി മൈനസ് ലാംഡ ഈസ് എ സബ് സ്പേസ് ഓഫ് എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എൻ. എൻ ഒ ടി മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എന്നിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. കാരണം നമുക്കറിയാം എൻ ഒ ടി മൈനസ് ലാംഡ ഐ സബ്സെറ്റ് ഓഫ് എൻ ഒ ടി മൈനസ് ലാംഡ സ്ക്വയർ സബ്സെറ്റ് എക്സെട്ര അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ പവർ കൂടുന്നതിനനുസരിച്ച് വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണത്. അപ്പോൾ ഇവിടെ എൻ ഒ ടി മൈനസ് ലാംഡ എന്ന് പറയുന്നത് എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എന്നിൻ്റെ സബ് സ്പേസുമാണ്, സെയിം ഡയമെൻഷനുമാണ്. സോ ഇത് രണ്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ഈച്ച് ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റർ ഈസ് ആൻ ഐഗൻ. അപ്പോൾ എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നവരെല്ലാം ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റേഴ്സാണ്. എൻ ഒ ടി മൈനസ് ലാംഡ റേസ് ടു എൻ ഈസ് ഈക്വൽ എൻ ഒ ടി മൈനസ് ലാംഡ ഐ. അപ്പോൾ അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് സൈഡിൽ വരുന്നതല്ല ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റർ, റൈറ്റ് സൈഡിൽ വരുന്നതല്ല ഐഗൻ വെക്റ്റർ. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സപ്പോസ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ്സ് ആൻഡ് ഈച്ച് ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റർ ഓഫ് ടി ഈസ് ആൻ ഐഗൻ വെക്റ്റർ ഓഫ് ടി. നമ്മൾ അസ്യൂം ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതുപോലെ ഈച്ച് ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റർ ഓഫ് ടി ഈസ് ആൻ ഐഗൻ വെക്റ്റർ ഓഫ് ടി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഹവർ ക്യാപിറ്റൽ ബി ഓൾവേസ് ഹാസ് എ ബേസിസ് containing of generalized eigenvectors of t. Suppose the characteristic polynomial splits and each generalized eigenvector of t is an eigenvector of t. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഓരോ ജനറലൈസ്ഡ് ഐഗൻ വെക്ടറാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഹവർ വി ഓൾവേസ് ഹാസ് എ, അപ്പോൾ എല്ലാ ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് ആണല്ലോ. ഇനി വിക്ക് എപ്പോഴും ഒരു ഹാസ് എ ബേസിസ് കണ്ടെയ്നിങ് ഓഫ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് എന്ന് നമുക്ക് തിയറം ഉണ്ട്. അപ്പോൾ ഇൻ ദിസ് കേസ് ഇതെല്ലാം ഈ ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് എല്ലാം ഐഗൻ വെക്ടേഴ്സ് ആണല്ലോ. അപ്പം ബി ഹാസ് എ ബേസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് എന്നായി, അതുകൊണ്ട് അത് ഡയഗണലൈസബിളായി. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്. ഇപ്പോൾ താഴെ ഒരു ഓപ്പറേറ്റർ കൊടുത്തിരിക്കുന്നുണ്ടോ, ലീനിയർ ഓപ്പറേറ്റർ. അതിൻ്റെ ടി തീറ്റ എ ബി എന്ന് പറയുന്ന ഇമേജ് ഉണ്ട്. റൊട്ടേഷനാണ് സംഭവം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബേസ് വെച്ചിട്ട് നമ്മളതിൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ താഴെ പറയുന്ന പോലെയാണ് കിട്ടുന്നത്. ടി ഒ 10യും ടി ഒ 01 കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതിനെ 10യുടെ 01 ടേംസിൽ എഴുതിയിട്ട് താഴോട്ട് കോളമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ കിട്ടുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ ഐഗൻ വാല്യൂസ് കിട്ടും. ഓക്കെ, ഐഗൻ വാല്യൂസ് കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് ഐ സൈൻ തീറ്റ. ഹെൻസ് ടി തീറ്റ ഹാസ് നോ ഐഗൻ വാല്യൂ. സൈൻ തീറ്റ നോൺ സീറോ ആണ്, ഇതിന് ഐഗൻ വാല്യൂ ഇല്ല. കാരണം ഇത് നമ്മളിവിടെ റിയൽ R2യിൽ നിന്ന് R2യിലേക്കാണ്. അപ്പം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൽ നിന്നുള്ളതായിരിക്കണം, എന്നാലേ അത് ഐഗൻ വാല്യൂ ആവുള്ളൂ.
ഓക്കെ. Therefore റൊട്ടേഷൻ ഈസ് നോട്ട് ഡയഗണലൈസബിൾ വെൻ. അപ്പോൾ ഡയഗണലൈസബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഐഗൻ വാല്യൂസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഡയഗണലൈസബിൾ ആവും? മറ്റൊരെണ്ണം, ഡയഗണലൈസ് ദ ഫോളോയിങ് മെട്രിസസ് ഇഫ് പോസിബിൾ. ലെറ്റ് ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു 2 3 6 -1. അപ്പോൾ ഡിറ്റർമിൻ്റ് A മൈനസ് ലാംഡ A മൈനസ് ടി എന്ന ടെക്സ്റ്റിൽ എങ്ങനെ വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡയ്ക്ക് 2 വാല്യൂ കിട്ടി. ഇനി ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5 A മൈനസ് ലാംഡ I A മൈനസ് 5I ഓഫ് x1 x2 is equal to 0 0. അപ്പോൾ അത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും, ഇക്വേഷൻ കിട്ടുന്നു. അതിന് x1 = x2 എന്ന് കിട്ടും. അപ്പോൾ x1 x2 എന്ന് പറയുന്ന ഒരു ഐഗൻ വെക്ടറാണ്. x1 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കണ്ടീഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് x1 x2 സ്ഥാനത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഐഗൻ വെക്ടർ കിട്ടും. x1 1 കൊടുത്തു കഴിഞ്ഞാൽ 1 1 എന്ന് പറയുന്ന ഒരു ഐഗൻ വെക്ടർ ആവും. ഇനി ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ = -4 A മൈനസ് ലാംഡ I ഓഫ് x1 x2 is equal to 0 0. നമ്മൾ ആ മെട്രിക്സിനകത്ത് അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ കിട്ടും. അപ്പോൾ ആ കണ്ടീഷൻ x1 x2 സ്ഥാനത്ത് x1 x1 ആയിട്ട് കൊടുക്കുക, x2 സ്ഥാനത്ത് -1/2 x2 എന്ന് കൊടുത്തിട്ട് നമ്മൾ ഓരോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. ഇനി ഇതിനെ നമ്മൾ P എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ ഐഗൻ വെക്ടറിനെ P എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളും ഇപ്പോൾ കിട്ടിയ ഐഗൻ വെക്ടറിനെ സെക്കൻഡ് കോളായിട്ട് എഴുതുന്നു. P ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. ഇനി P ഇൻവേഴ്സ് AP കണ്ടുപിടിക്കുക. P ഇൻവേഴ്സ് × A × P കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടിയ ഐഗൻ വാല്യൂസ് ഡയഗണലിൽ വരുന്ന രീതിയിൽ കിട്ടും. 3/3 വരുമ്പോഴും ഇതേപോലെ തന്നെ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കണം. അതേപോലെ ചെയ്താൽ മതി.